നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ് ടിഫിൻ ബോക്സ് റെസിപ്പീസ് കാണിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് അതിന് പറ്റിയ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, എഗ് റൈസ്. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ എഗ് റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസ്, പഴയ റൈസ് വെച്ചിട്ട്, തലേദിവസത്തെ റൈസ് വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഒരു കടായിയോ പാനോ എന്ത് വേണമല്ലോ യൂസ് ചെയ്യാം. പാൻ ചൂടാകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ. നാടൻ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സുലേഖ റൈസ് കുക്ക് ചെയ്തതിൻ്റെ ബാക്കി വെച്ചിട്ടാണ്. ഇത് ഏകദേശം 2 കപ്പ് കുക്ക്ഡ് റൈസ് ഉണ്ട്, സുലേഖ റൈസ്. അപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് പകരം പൊന്നിയരി, പച്ചരി, വൈറ്റ് റൈസ് ഉപയോഗിക്കാം, സോന മസൂരി ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങി കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തത് ഇട്ടേക്കുന്നത്. സവോള ഇടുന്നതിനൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഏകദേശം 4 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ പച്ചമുളകിൻ്റെ ഒരു അറ്റം മാത്രമേ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച്, 1/2 ടീസ്പൂണൊക്കെ ഉള്ളൂ ചോപ്പ് ചെയ്തത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കാം. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, മസാലകൾ ഇടാറായി. തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ചേർക്കുന്നത് ക്യാരറ്റ്. എന്ത് വെജിറ്റബിൾസും ചേർക്കാം. ഇത് ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ് ഇപ്പം ചേർത്തേക്കുന്നത്. ഇതിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഓക്കെ, ക്യാരറ്റ് ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാബേജ്, 1/2 കപ്പ് ക്യാബേജ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം, എൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊരു നാടൻ സ്റ്റൈലിലുള്ള റൈസാണ്. ഇത് എഗ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എഗ്ഗ് ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് 2 മുട്ടയാണ്. എഗ്ഗ് ഒന്ന് ഉടച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. മുട്ട ഇതിലൂടെ മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ കുറച്ച് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മുട്ട ഒരു പകുതി, ഒരു 1/4 വേവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചോറ് ഇടും ഇതിനകത്തേക്ക്. തലേദിവസം റൈസ് ബാക്കിയൊക്കെ വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. ഇതിലേക്ക് റൈസ്, 2 കപ്പ് കുക്ക് ചെയ്ത റൈസ്. ഈ ഒരു പരുവത്തിലേ ഇടണം, ബിക്കോസ് ചോറിട്ടിട്ട് കുറച്ചുകൂടെ വേവുമല്ലോ. അപ്പോൾ മുട്ട ഓവർ കുക്ക് ആവാൻ പാടില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇങ്ങനത്തെ ബോയിൽഡ് റൈസ് കഴിക്കാത്തവർക്ക് പൊന്നിയരി ചോറ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈറ്റ് പച്ചരി വെച്ചിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കുമല്ലോ, ആ ടൈപ്പ് റൈസ് ഉപയോഗിക്കാം. അത് നമ്മൾ ചോറും കറിയൊക്കെ സെപ്പറേറ്റ് കൊടുത്ത് വിടുന്നതിന് പകരം ഇതൊരു ഫുൾ മീലായിട്ട് കഴിക്കാം.
ഇതിന് പകരം ബസ്മതി കുക്ക് ചെയ്തിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത് ഈ അളവിന്. നന്നായിട്ട് മല്ലിയില ഇടാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഗരം മസാല വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യാണ്. നമ്മുടെ എഗ് റൈസ് റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്ത ഈ എഗ് റൈസ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരു നാരങ്ങ കട്ട് ചെയ്ത് സൈഡിൽ വെക്കുക. അപ്പം പുളി ആവശ്യമുള്ളവർക്ക് ഇച്ചിരി ലൈം സ്ക്വീസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉള്ള ഒരു നാടൻ രീതിയിലാണ് ഇന്ന് എഗ് റൈസ് ഉണ്ടാക്കിയത്. ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.